നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ 3 2025 ബുധനാഴ്ച വരെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എത്ര ദിവസമായി കേരള തിയേറ്ററിൽ ഈ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, എത്രയാണ് കളക്ഷൻ എടുത്തത്, ഇത്തരം കാര്യങ്ങളാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഇതുവരെ സബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി ഉടൻ തന്നെ നമ്മൾ ചാനൽ സബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സബ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ 33 ദിവസമായി കേരള തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന സുമതി വളവ് എന്ന ചിത്രം ഇത്രയും ദിവസം കൊണ്ട് കേരള തിയേറ്ററിൽ നിന്നും 20,34,00,000 രൂപ നേടിയെടുത്തിട്ട് വലിയ വിജയമായിരിക്കുന്നു. ബിസിനസ് വൈസ് നോക്കുമ്പോൾ ഇതിന്റെ OTT റൈറ്റ്സ് കൂടി വിറ്റ് പോകുന്നതോടുകൂടി വലിയൊരു പ്രോഫിറ്റിലേക്കായിരിക്കാം ഒരു പക്ഷേ ഈ സിനിമ എത്തുന്നത്. കഴിഞ്ഞ 2.5 മാസത്തോളമായി, കൃത്യമായി പറഞ്ഞാൽ 68 ദിവസങ്ങളായി കേരളത്തിലെ തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് F1 ദ മൂവി എന്ന ഹോളിവുഡ് ചിത്രം. കഴിഞ്ഞ 68 ദിവസങ്ങൾക്കുള്ളിൽ ഈ ചിത്രം കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് 9,78,00,000 രൂപയാണ്. കേരള തിയേറ്ററിന്റെ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ സംഖ്യയല്ല. കഴിഞ്ഞ 6 ദിവസമായി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ലോക എന്ന ചിത്രം ഈ 6 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രം ഏതാണ്ട് 27 കോടി 30 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ്. കൃത്യമായ കളക്ഷൻ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിൽ പോലും ഏകദേശ കണക്കുകൾ വ്യക്തമാക്കുന്നത് 27 കോടി മുതൽ 30 കോടി വരെയുള്ള സംഖ്യകളാണ്. ഇത് വലിയൊരു വിജയമാണ്, ഒരു ഹ്യൂജ് സക്സസ് ആണ് ലോക കേരളത്തിലെ തിയേറ്ററുകളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നേടിയെത്തിയിരിക്കുന്നത്. ഭാവിയിൽ കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് മാത്രം 100 കോടി നേടിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് കളക്ഷനിൽ 100 കോടി ഇന്നേക്ക് ലോക പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഫീമെയിൽ ഓറിയന്റഡ് സൂപ്പർ ഹീറോ കഥാപാത്രമായി മലയാളത്തിൽ വന്ന ലോക എന്ന ചിത്രം പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസങ്ങളായി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രം 6 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് 15,80,00,000 രൂപയാണ്. ഈ ചിത്രവും വലിയൊരു സക്സസിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വേൾഡ് വൈഡ് ആയിട്ട് ഏതാണ്ട് 40 കോടിക്കടുത്ത് കളക്ഷൻ ഇതുവരെ ഈ ചിത്രം നേടിക്കഴിഞ്ഞു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലം ശുഭകരമാണ്. ലോക എന്ന ചിത്രം വലിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നു. ഹൃദയപൂർവ്വം എന്ന ചിത്രം ഫാമിലിയെ തിയേറ്ററിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ഏറെ സന്തോഷവാനാണ്. കഴിഞ്ഞ 12 ദിവസങ്ങളായി തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന തലവര എന്ന അർജുൻ അശോകന്റെ മികച്ച ഒരു ചിത്രം 12 ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ഏകദേശം 2,10,00,000 രൂപയാണ് ഇതുവരെ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത്. ഒരു മികച്ച സിനിമയായിട്ട് കൂടി എന്തുകൊണ്ടാണ് വേണ്ടത്ര അഡ്മിഷൻ ഈ സിനിമയ്ക്ക് ഇല്ലാത്തതെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തലവര വളരെ മികച്ചൊരു സിനിമയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവായി അതൊന്ന് പോയി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. ഹൃദയപൂർവ്വം തലവരയും ലോകയും മികച്ച അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. ഹൃദയപൂർവ്വത്തിൻ്റെയും ലോകയുടെയും ഈ ഓളത്തിൽ പലപ്പോഴും തലവര ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നത് വളരെ ഖേദകരമാണ്. എന്തായാലും 12 ദിവസം കൊണ്ട് കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് തലവര നേടിയെടുത്തത് 2,10,00,000 രൂപയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഓടും കുതിര ചാടും കുതിര എന്ന ഫഹദ് ഫാസിൽ അൽത്താഫ് സാലിം ചിത്രം ഇതുവരെ നേടിയത് 1,78,00,000 രൂപയാണ്. ഒരു ഫഹദ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം, വെക്കേഷൻ സമയത്ത് ഇറങ്ങിയ ഫഹദ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ടാണ്. വലിയൊരു പരാജയത്തെ ഈ ചിത്രം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും 5 ദിവസങ്ങളായി തിയേറ്ററിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം ഇതുവരെ നേടിയത് 1,78,00,000 രൂപ മാത്രമാണ്. വലിയ പ്രതീക്ഷകളോടെ മേനെ പ്യാർ കിയ എന്ന ചിത്രം കഴിഞ്ഞ 5 ദിവസമായി കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതുവരെ 38 ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. 5 ദിവസമായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന പരം സുന്ദരി എന്ന ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 15 ലക്ഷം രൂപ മാത്രമാണ്. എന്തായാലും ഓടും കുതിര, ചാടും കുതിര, മേനെ പ്യാർ കിയ, പരം സുന്ദരി ഈ 3 ചിത്രങ്ങളും വലിയ വെല്ലുവിളികളാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എത്തരത്തിലാണ് വന്ന് ഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു പക്ഷേ അതിജീവിച്ചേക്കാം, അല്ലെങ്കിൽ കീഴടങ്ങിയേക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ് ചെയ്യുക. മുന്നോട്ടുള്ള പോക്കിന് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബും വളരെ അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.